സുഹൃത്തുക്കളെ, ഞങ്ങളുള്ളതേ നമ്മളെ മഞ്ചേരിയിൽ നിന്ന് പാണ്ടിക്കാർ റോട്ടും വന്ന് നമ്മളെ ചെങ്ങള ബൈപ്പാസ് കയറുന്നിടത്തുള്ള ചെങ്ങള ബൈപ്പാസ് തിരിഞ്ഞാളുള്ളത്. അപ്പോൾ ഈ റോഡിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് കുറച്ച് കാലമായിട്ട് ഇതിലെ പോണ വണ്ടികളും നിങ്ങളൊന്നും ആർക്കും വന്ന് കാണാം ഈ റോഡിൻ്റെ അവസ്ഥ. ഇവിടുന്ന് കയറിയിട്ട് നമ്മളെ ജില്ലാ ഹോസ്പിറ്റലിലേക്കുള്ള ആളുകൾ പോലും ഇതിലാണ് പോകാൻ. എന്നിട്ട് ചെന്നിറങ്ങുന്നത് കച്ചേരിപ്പുഴ സ്റ്റാൻഡിലാണ്. ഇതിൻ്റെ അവസ്ഥകൾ ഒന്ന് നോക്കുന്നത് പറഞ്ഞാൽ നമ്മളിപ്പോൾ കച്ചേരിപ്പടി ബൈപ്പാസിൻ്റെ അവിടുന്ന് തുടങ്ങി ഈ ചെങ്ങണ ബൈപ്പാസ് എത്തുന്നത് വരെ ഒരു 6 മാസത്തോളം 7 മാസത്തോളം ഈ റോഡ് ഇങ്ങനെ കിടക്കും. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇതിൽ 60 ടോറസ് വണ്ടി അദാനിൻ്റെത് നമ്മളെ കുട്ടിപ്പാറ ക്രസറിന്ന് 6 വരി പാതയ്ക്ക് കല്ലും മണലും മണ്ണും മറ്റെല്ലാ സാധനങ്ങളും അടിച്ച് ഈ റോഡ് ഒരു വസ്തുവിന് ഒരു 1/2 കിലോമീറ്റർ പോലും നല്ല റോഡില്ല. ഇതിലെ സാധാരണക്കാരൻ ഇടങ്ങേറായിട്ട് ഓരോ കുയ്യുന്നൊരു കുയ്യിലേക്ക് ചാടി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ റോഡ് ഒരു കാലത്ത് തുടങ്ങി അന്ന് മുതൽ ഇപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ റോഡായിരുന്നു ഏറ്റവും നല്ല റോഡ് മഞ്ചേരി ബൈപ്പാസുകളിൽ എണ്ണം പറയാനുള്ളത്. ഇന്ന് ഈ ബൈപ്പാസുകൾ സാധാരണക്കാരൻ നട്ടല് മുറിക്കുന്ന ഒരു ബൈപ്പാസായിട്ട് മാറും. അപ്പോൾ പറയാനുള്ളത്, ഒന്നുമില്ലെങ്കിൽ ഇത് അദാനിക്ക് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് നാട്ടുകാർക്ക് നല്ലതായിട്ട് തുറന്നു കൊടുക്കുക. രണ്ടാമത് ഒന്ന് ചെയ്യാൻ അർജന്റാണ്. കാരണം ഒന്നുമില്ലെങ്കിൽ അദാനിക്ക് ഇന്ന് അദാനി നന്നാക്കിക്കോളും, അല്ലെങ്കിലോ മഞ്ചേരി PWD ഇത് നന്നാക്കുക. ജനങ്ങൾക്കും രണ്ടുകൂട്ടർക്കും പോകാനുള്ളൊരു പരിപാടിയിൽ ജനകീയ വണ്ടി ഇന്നാളെ വണ്ടി പോകാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. റോഡിലെല്ലാം ഉണ്ടാവും. 12 വീലുള്ള ടോറസ് 60 എണ്ണം രാവും പകലും ഓടി ഈ വണ്ടി ശരിക്ക് ഈ റോഡ് വളരെയധികം ഒരു യാത്രക്കാരന് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇന്ന് ആക്കി തീർത്തിട്ടുണ്ട്. ഇതിന് അധികാരികൾ കണ്ണു തുറക്കുക, ഇതാണ് ഇതിൽ പറയാനുള്ളത്. ഇതിന്റെ തുടക്കാട്ടോ. എനിക്കാണ് അങ്ങ് പോകുന്നുണ്ട്, നമ്മൾ പോണ വൈക്കൊക്കെ തോറുന്ന ഇതുപോലെ ഫുള്ള് കാണിച്ചാൽ. ഇത് ഒരു ഭാഗത്ത് മാത്രമല്ല, അവിടെ മാത്രം റീമാർക്ക് ഇട്ടാണ് പറയല്ല. ബൈപ്പാസ് തല തൊട്ട് ഇവിടുന്നാണ് തൊട്ടുകാണ്ട് കച്ചേരിപ്പടി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങും വരെ ഇതാണ് അവസ്ഥ. ഇത് കുറെ കാലമായിരിക്കുന്നു. ഇതിലൊരു തീരുമാനം വേണ്ടേ? ഇതാണ് റോഡിന്റെ അവസ്ഥ. കണ്ടോളി, ഇതൊക്കെ വലിയ വണ്ടി ബുള്ളറ്റ് ആയതുകൊണ്ട് ഇറക്കമുള്ള. വേറെ ചെറുവണ്ടിയാണെങ്കിൽ രാത്രി ആണെങ്കിൽ എപ്പോഴാ കുത്തിമറിഞ്ഞ് പോയിട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വളവാണ്. രാത്രി സമയത്തൊന്നും സത്യത്തിൽ ഇവിടെ കുണ്ടുകുയ്യിൽ കാണൂല. ഈ ആക്റ്റീവ് അതുപോലെ ചെറുകിട കറണ്ടിന്റെ വണ്ടിയൊക്കെ സ്ത്രീകൾ കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ കുണ്ടു ചാടിയാൽ അതോടുകൂടി അവരെ ഹോസ്പിറ്റലാക്കേണ്ട ഒരു ഗതികേടും വണ്ടിക്ക് നല്ലൊരു എമൗണ്ട് ചെലവും. പണ്ട് പൊട്ടിയത് ഇവിടെ പൊട്ടി, ഇവിടെ പൊട്ടിയിട്ട് ഇവിടെ വീണു. അതേ ലെവലിൽ വന്നും ചെയ്ത് പോരാത്തത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആ പൊട്ടിയ കുറഞ്ഞ സ്ഥലം നന്നാക്കി ബാക്കിയുള്ള സ്ഥലം എപ്പോഴും ഇതുപോലെ വിണ്ട് കിടക്കുക തന്നെയാണ്. ഇതൊരവസ്ഥ തന്നെയാണ്. അവിടുന്ന് അങ്ങോട്ടുള്ളത് ഇനി എപ്പോഴാണ് ഈ വീടിന്റെ പുറത്തേക്ക് പൊളിഞ്ഞ് ആടലെന്ന് അത്യാവശ്യം. റോഡിന്റെ ഓരോ പ്രത്യേകിച്ച് പറയണത് വെച്ചാൽ ഇവിടെ കാണുമ്പോൾ നല്ല സീനിയറാണ്. നമ്മളെ ബൈപ്പാസ് ആട്ടത് നല്ല സീനിയറാണ്. പക്ഷേ ആ സീനിയർ കണ്ടുകൊണ്ട് ആരും പുറത്തേക്ക് നോക്കിയാണ്ട് ഇങ്ങോട്ട് ചാരി പൊടിക്കരുത്. കാരണം അവിടെ ഒരു കൈവരിയൊന്നും ഇല്ലേ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടുന്ന് പണ്ടൊരു കാറ് നെല്ലിക്കുത്തിന്റെ ടീമിന്റെ കാറ് ഇതിന്റെ അടിയിൽ കണ്ട് മറിഞ്ഞു പോയി. പക്ഷെ കാര്യമായിട്ട് പരിക്കാൻ ഇതാണ് നമുക്ക് കാണാൻ നല്ല സീനറി. അവിടെ രാത്രി ചിലപ്പോൾ ആരും കാണും കൂടി ഇല്ല. കാരണം നേരം മുക്കോളം ഇവിടെ കിടക്കേണ്ടി ചോരയിൽ കളിച്ച് അടിച്ച. അതാണ് ഇവിടുത്തെ അവസ്ഥ. ശ്രദ്ധിക്കുക. ഞങ്ങൾ നോണ പറയുന്നതല്ല, നോക്കി അവിടെ ഓരോ വണ്ടി ചാടുന്ന അവസ്ഥകൾ നോക്കി. ഇതാണ് റോഡിന്റെ അവസ്ഥ. കണ്ടോ, ഇതിൽ ജനങ്ങൾ പോകുന്നതും വണ്ടി പോകുന്നതും ടോറസ് പോകണൊക്കെ ജനങ്ങൾ കണ്ടോളി. ഇത് ഞങ്ങൾ പറയുന്നതല്ല. നാളെ നേരമ്പോഴത്തെ ഞങ്ങളിത് പറഞ്ഞു നമ്മളിത് പറഞ്ഞു എന്ന് പറയണ്ട. ഇതിന് യഥാർത്ഥം കണ്ടോളി. കണ്ടോ, ഓരോ വണ്ടി പോകണം. ചെറു വണ്ടിക്കാർ പോകുന്നതും കണ്ടോളി, വലിയ വണ്ടിക്കാർ പോകുന്നതൊക്കെ കണ്ടോ. കാക്കാം എന്താണ് അവസ്ഥ.